മൂപ്പര് പറയാ, ഒരു ബുക്കിംഗ് വായിക്കുക, ബുക്കിൽ ഇതാ അള്ളാനെ പോലെ കേൾക്കും, അള്ളാനെ പോലെ കാണും എന്നിവരെ ബുക്കിലുണ്ട്. ശിർക്ക് ശിർക്ക് ശിർക്ക്. ഓ, എത്ര വേഗം ശിർക്കായി പോയി. എന്നാൽ ആ ബുക്ക് ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, നാദാപുരമല്ലേ ഇത്? നിങ്ങൾ രാഗത്ത് തുടങ്ങിയ സ്ഥലമല്ലേ ഇത്? ആ പുസ്തകത്തിന്റെ വാചകം നിങ്ങൾ കട്ടതല്ലേ? ഞങ്ങളെ പുസ്തകം നിങ്ങളിവിടെ വായിച്ചു, ഇവിടെയുള്ള സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി വായിച്ചു. ആ പുസ്തകത്തിന്റെ വാചകം നിങ്ങൾ കത്തിട്ടല്ലേ വായിച്ചത്? മൗലവിക്ക് പറയാൻ കഴിയോ കത്തിട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഞാനതാണ് മൗലവിയെ നേരി കിട്ടണമെന്ന് പറഞ്ഞത്. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാര് ചിന്തിക്കണം. മുജാഹിദിന്റെ വെല്ലുവിളി കേട്ട് നിങ്ങൾ പേടിച്ചു പോകണ്ട, മുജാഹിദിന്റെ വാക്ക് കേട്ട് പേടിച്ചു പോകണ്ട. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല, മുനാഫിഖീങ്ങൾ ഇദാ യഖൂലു തസ്മഉ ലിഖൗലിഹിം, അവർ പ്രസംഗിക്കാൻ നിന്നാ നിങ്ങൾ അങ്ങ് കേട്ടു നിന്നു പോകും. മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. നിങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടാ നിങ്ങൾ കേട്ടങ്ങ് നിന്നുപോകും. ഓ, അത് കൊച്ചൊക്കെ ശരിയാണോ എന്ന് തോന്നിപ്പോവും. മോനെ പെട്ടുപോകണ്ട, മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ വായിച്ചത് എന്താണ്? നിങ്ങൾ വായിച്ചത് എന്താണ്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നതിന്റെ മേൽഭാഗം നിങ്ങൾ കട്ടു. എന്താ മേൽഭാഗം? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, കുന്തു ലഹു സമഅൻ വബസറാ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുസു ബിഹാ വരിജ്ലുഹു അല്ലതീ യംശി ബിഹാ. ഔലിയാക്കൾ അല്ലാഹു തആല പറയും, ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹിച്ച മഹാന്മാരെ കയ്യും കാലും കാതും കണ്ണും ഞാനാകും എന്നാണ് അതിന്റെ ബാഹ്യാർത്ഥം. അല്ലൊരാളെ കയ്യാവൂല, അല്ലൊരാളെ കാലാവൂല, അല്ലൊരാളെ കണ്ണാവൂല, അല്ലൊരാളെ കാതാവൂല. പിന്നെ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം അതാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നു. അവരുടെ കണ്ണുകൊണ്ട്, സാധാരണ കണ്ണുകൊണ്ട് കാണാത്തത് കാണും. കണ്ണ് ഇല്ലാതെ, കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല അവരുടേത്, കാതുകൊണ്ടുള്ള കേൾവിയല്ല അവരുടേത്, കൈ കൊണ്ടുള്ള കഴിവല്ല അവരുടേത്, കാലുകൊണ്ടുള്ള ശക്തിയല്ല അവരുടേത്. അവർക്ക് അസാധാരണ കാഴ്ചയാണ്, അസാധാരണ കേൾവിയാണ്. ഈ ഹദീസിന്റെ വിവരണം ഇമാം റാസി പറയുന്നു, യസ്മഉൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കും. യുബ്സിറുൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും കാണും. ഇതിനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? കേട്ടോളൂ. നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് മൗലവി കട്ടതാണ്, കേട്ടോളൂ. കയ്യും കാലും അള്ളാഹു ആയിക്കഴിഞ്ഞാൽ ആ അടിമക്കുണ്ടാവുന്ന ശക്തിവിശേഷം വർണ്ണനാതീതമാണ്. പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായത് കൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അതത്രയും അള്ള കൊടുത്തതായതുകൊണ്ട് തന്നെ അടിമയുടെ കഴിവും ഉടമയുടെ കഴിവും തുല്യമല്ല. ഔലിയാക്കളുടെ മുഴുവൻ അള്ള കൊടുക്കുന്നതാണ്, അള്ളാഹുവിന്റേത് മറ്റൊരാൾ കൊടുക്കുന്നതല്ല, സ്വന്തമായുള്ളതാണ്. ഔലിയാക്കൾക്ക് എത്ര കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാലും, ഔലിയാക്കൾക്ക് എന്തറിവുണ്ടെന്ന് പറഞ്ഞാലും അള്ളാഹുവിന് തുല്യമാക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അള്ളാഹുവിന്റേത് സ്വന്തമാണ്, ഔലിയാന്റേതും അംബിയാന്റേതും അള്ള കൊടുക്കുന്നതാണ്. ഇതിന്റെ മേലെ വിശദീകരണം ഉണ്ട്. ആ വിശദീകരണം കട്ടിവെച്ചിട്ട് പോലെ എന്ന് പറഞ്ഞു വലിയ കംപ്ലൈന്റ് ആയിട്ട് ഈ മൗലവി പ്രസംഗിച്ച് നടക്കുകയല്ലേ നാടായ നാട് മുഴുവനും. എന്തിനു നിങ്ങൾ ഇങ്ങനെ കക്കണം? ഈ നാദാപുരത്തുനിന്ന് ഖുതുബിത്തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് ലാത്തന്തത്യു കറാമത്തുൽ ഔലിയായി, ഔലിയാക്കളെ കറാമത്ത് നിന്ന് പോകൂല എന്ന് പറയുന്ന സ്ഥലത്ത് ലാ കട്ടിട്ട് തെന്നത്യു കറാമത്തുൽ ഔലിയായി, ഔലിയാക്കളെ കറാമത്ത് നിന്ന് പോകും എന്ന് പുളിക്കൂലി വെച്ച് വായിച്ചിട്ട് ഞങ്ങളെ പൂർവ്വകാല ആലിമ്യങ്ങൾ തൊണ്ടി സഹിതം നിങ്ങളെ പൂർവ്വകാല മൗലവിമാരെ പിടികൂടിയ സ്ഥലമല്ലേ ഈ നാദാപുരം? ഇപ്പോഴും ഇതാ പിടികൂടുന്നു. നിങ്ങൾ കത്തതോരോന്നോരോന്നായി പിടികൂടുകയാണ്. നിങ്ങളിങ്ങനെ കട്ടിട്ടേ വായിക്കുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കക്കുന്നത്? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്?